എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മൾക്ക് വന്നിവിടെ വീട്ടിലെ ചെറിയൊരു ഓണാഘോഷ പരിപാടിയാണ്. നമ്മൾ ഫാമിലി മാത്രമേ ഉള്ളൂ. ഉടുപ്പിട്ടിട്ടില്ല, സെൻസറാണ്. നമ്മളിതാ ഇപ്പൊ നമ്മള് ഇത് നടുക്ക് വരണം. ഇത് ഇങ്ങനെയല്ല. അങ്ങനെ നമ്മൾ ചെറിയൊരു ഓണം ഡെക്കറേഷൻ ഒക്കെ സെറ്റ് ചെയ്യുവാണ്. ഒരുപാട് പെട്ടെന്ന് പ്ലാൻ ചെയ്തായതുകൊണ്ട് നമുക്ക് നേരത്തെ കൂട്ടി ഡെക്കറേഷൻസ് വാങ്ങാനോ ഒത്തിരി പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല. പക്ഷെ ഈ ചെറിയ സെറ്റപ്പിലും നമ്മൾ ഹാപ്പിയാണ്. നമ്മൾ ചിപ്പി ചേച്ചിയുടെയും ശില്പ ചേച്ചിയുടെയും വീടിന്റെ രണ്ടുപേരുടെയും ബാക്ക് യാർഡിലാണ് ഈ പരിപാടി സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യത്തെ പോലെ ഓട്ടപ്പാച്ചിലും ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം. നമ്മൾ ആവശ്യത്തിന് സമയമെടുത്ത് എല്ലാവരും ഒന്നിച്ച് കുക്ക് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് ഓണപ്പൂക്കളൊക്കെ ഇട്ട് ഒരു സ്ട്രെസ് ഫ്രീ ഓണമായിരുന്നു ഇപ്രാവശ്യം. അമ്മു ചേച്ചി ആദ്യമായിട്ടാണ് എന്റെ വ്ളോഗിൽ ഒരു പാട്ടാണെന്ന്. അതുകൊണ്ട് അമ്മു ചേച്ചി ക്യാമറ എവിടെ വെക്കണമെന്ന് അറിയില്ല. ഇവിടെ ഞാൻ ഇവിടെ അപ്പൊ നമ്മൾ പൂട്ട് കഴിഞ്ഞിട്ട് നമ്മളിനി പോയി റെഡിയായി ഇവിടെ ഞാൻ പോയി റെഡിയൊക്കെ ആയിട്ട് വേണം സാരി കൊടുത്ത് വരണം. അതിന് മുന്നേ നമ്മള് ഇതൊന്ന് പൂക്കളം ഇടാനുണ്ട്. നമുക്ക് ഇനിയും പൂക്കൾ വരാനുണ്ട്. അപ്പൊ നമ്മളത് സൈഡിൽ കൂടെ ഇങ്ങനെ തൂക്കി. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ ഇടാനുണ്ട് ഒരു സെറ്റോടെ. അതിലെനിക്കൊരു പൂ ദിവ്യ ചേച്ചിയുടെ അടുത്ത് ഡെലിവറി വന്നിട്ടുള്ളൂ. അവിടെ കരച്ചില്ല. സമയം ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ദിവ്യ ചേച്ചിക്ക് നമ്മൾ റെഡി ആയിട്ട് വരുമായിരിക്കും പരിപാടിക്ക്. ഇവിടെ വരാൻ പറ്റാത്ത ആൾക്കാരെ വിളിച്ച് വിഷമം പറയുകയാണ്. രാഹുലിന് വരാൻ പറ്റിയിട്ടില്ല പരിപാടിക്ക്. അപ്പം അതുകൊണ്ട് രാഹുലിന് സങ്കടമാണ്. നമുക്കത് ആ പൂക്കളൊക്കെ ഇനിയും ഒരു 2 സെറ്റ് പൂക്കളോടെ വരാനുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരെണ്ണം അങ്ങോട്ടിടും. പിന്നെ കുറച്ചുകൂടെ പ്ലാൻ ചെയ്യാനുണ്ട്. സൈഡിൽ നിന്ന് 2 പൂക്കൾ അങ്ങോട്ട് വലിക്കണം. എന്നിട്ട് നമ്മൾ എല്ലാവരും പോയി റെഡി ആവണം. അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. എന്റെ പൂക്കളം വന്ന് തന്നല്ലോ അല്ലേ? പൂക്കളം കൊണ്ടുവന്നിട്ടുണ്ടോ? നമുക്ക് ഇത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്താണ് നമ്മൾ പൂക്കളം ഇടാൻ പോകുന്നത്. കാരണം നമുക്ക് ഡാൻസ് കളിക്കാൻ നേരത്ത് കഴുകൊന്നും വേണ്ട. ഇതിവിടെ വീടരുത്. എന്തെങ്കിലും എവിടെയെങ്കിലും പാളിച്ചു പറ്റിയ അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ആ പറഞ്ഞു തരരുത്. ഞാൻ രാവിലെ സൂപ്പർ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ചെടിച്ചട്ടിയിൽ നിന്ന് പൂ പറിച്ചിട്ടാണ് നമ്മൾ ഓണപ്പൂക്കൾ ഇടുന്നത്. ആകെ 3 കളറേ വാങ്ങിയുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും മനസ്സിലില്ലായിരുന്നു. പിന്നെ ഞാനും അമ്മു ചേച്ചിയും എന്തൊക്കെയോ തട്ടിക്കൂട്ടി അവസാനം ഇങ്ങനെയാക്കി എടുത്തു. കുട്ടപ്പയും കുഞ്ഞാറ്റം കുറേ നാളത്തെ വന്നായതുകൊണ്ട് പിള്ളേർ കളിക്കുന്ന തിരക്കിലായിരുന്നു. കുറേ നാളെത്തിയിട്ടാണ് വീട്ടിൽ ഓണം ആഘോഷിക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടിയത്. പിന്നെ അമ്മു ചേച്ചി ഷിൻഡോ ചേട്ടനൊക്കെ എഡ്മണ്ടണിൽ നിന്ന് ഫ്ലൈറ്റ് പറത്തി നമ്മളുടെ കൂടെ ഓണം ആഘോഷിക്കാൻ വന്നിട്ടുണ്ട്. നമ്മള് ഏകദേശം സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വീട്ടിൽ പോയി റെഡി ആയിട്ട് വരികയാണ്. ഇതാണ് നമ്മൾ പൂക്കളം ഉണ്ടാക്കിയത്. എല്ലാവരും കണ്ടോളൂ. അപ്പൊ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ബൈ. വീഡിയോ കാറ്റത്ത് പറന്നതാ മുടി. എന്റെ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദിവ്യ ചേച്ചിനെ കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുപ്പിച്ച് വെച്ചേക്കുന്നത്.
പിന്നെ എല്ലാവരും എത്തി. പൂക്കളത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത്, ഫാമിലി ഫോട്ടോസും സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. ഇത് നമ്മളിതാ ലേഡീസ് എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. അമ്മമാരും ചേച്ചിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് ഞാനും ചേച്ചിമാരും കൂടെ 2 ദിവസം കൊണ്ട് ചടപടേ എന്ന് പഠിച്ച് ഒരു ചെറിയ ഡാൻസ് ആണ്. ഞാനൊരു സംഗീതോപാസകനായതാണോ തെറ്റ്? അങ്ങനെ ഒരു സെറ്റ് പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. നമ്മൾ കുറച്ചുപേര് അകത്തും പുറത്തും ഒക്കെ ആയിട്ട് സദ്യ കഴിക്കാനായിട്ടിരുന്നു. ക്ലാരിഫൈഡ് ബട്ടർ, നെയ്യ്. നന്നായിട്ട് ആസ്വദിച്ചാണ് ഞാൻ ഇപ്രാവശ്യം സദ്യ കഴിച്ചത്. അതുകൊണ്ട് തന്നെ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു. എല്ലാ കറികളും പായസവും എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ ഈ 10-15 കറികളും 3-4 പായസവും ഒക്കെ ആയിട്ട് ഫുഡ് കഴിക്കുന്ന ഫെസ്റ്റിവലാണ് ഈ വീക്കെൻഡിൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആരും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരെയും കാണിക്കാനായിട്ട് ആവശ്യത്തിലധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ നടക്കുന്നത്. പിന്നെ ചേച്ചിമാരൊക്കെ ആയിട്ട് ഇതുപോലെ വർത്താനമൊക്കെ പറഞ്ഞ് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് അതൊരു ഹാപ്പിനെസ് തന്നെയാണ്. ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നാണ് നടന്നത്.
വീണ്ടും ബാക്കി പപ്പടം വറക്കാൻ പോവാ, ഇല്ലെങ്കിൽ അത് ഞങ്ങളെ കൊല്ലും. ഗുഡ് ജോബ്. എന്റെ വയറ് പൊട്ടുന്നു. എലിസബത്തിന്റെ ഒരു കഴിവാണ്, നമ്മുടെ സിസ്റ്ററെ പോലും അതിനകത്ത് പങ്കെടുപ്പിക്കുന്നത്. വളരെ മനോഹരമായ ഡാൻസ് സംഘടിപ്പിച്ചതില് എലിസബത്തിനെയും അതുപോലെ തന്നെ ഡാൻസിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നല്ലൊരു ഓണം ഇന്ന് ഇവിടെ ആഘോഷിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. പൂക്കളം ചിങ്ങപ്പുലരി പനിസ പനിസ പനിമ പനിനിസ സസനിനി പപ മമ ഗസഗമപ തയ്യർ 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 തയ്യരേ തയ്യർ 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 പ്രദേശപ്പെട്ട് പൊക്കോളം ഇറങ്ങി ഓടിക്കാവാ. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അങ്ങനെ പയ്യെ നമ്മൾ ഡെക്കറേഷൻ ഒക്കെ എടുത്ത് മാറ്റി അമ്മുചേച്ചും പിള്ളേരും കൂടെ ഇവിടെ കുട്ടിക്കളിയാണ്. എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുവാണ്. ഇനി അവിടെ കസേരകളി നടക്കാൻ പോവാണ് കുട്ടികളുടെ. എനിക്ക് ഒട്ടും വയ്യ. ആദർശന്റെ മുണ്ട് കീറിപ്പോയി പാവം. ഇന്നലെ ഞാനൊരു തുള്ളി ഉറങ്ങിയില്ല. ചന്ദനമഴ സീരിയൽ കണ്ടിട്ടേ. ഓ, ഞാൻ കണ്ടില്ല. എന്തായി? മറ്റേ അമൃതേനെ കാട്ടിക്കൊണ്ടാക്കിയ ശീതള്. മറ്റോളാണല്ലോ കാരണം. വർഷ. ആ, ഓ, ഒരു സ്വന്തം മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാത്തവളാണോ? കഴിഞ്ഞാഴ്ചയല്ലേ? ആ, അയ്യോ. ഞാനിതൊക്കെ യൂട്യൂബിലിടും. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബാക്ക് ഗേറ്റിൽ പിള്ളേരുടെ കൂടെ വർത്താനൊക്കെ പറഞ്ഞ് റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നമ്മൾ ഇനിയും വർത്താനൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ കമ്പനി വെച്ചിരിക്കാനാണ് പ്ലാൻ. ദിവചേച്ചി വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല, അതിന്റെ വിഷമമാണ് ദിവചേച്ചിയുടെ മൊത്തം. എനിവേസ്, അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. എല്ലാവർക്കും ബൈ. Right.